നമസ്കാരം. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തുന്ന സമ്മർദ്ദ തന്ത്രമാണ് കെ സുധാകരൻ ഉപയോഗിക്കുന്നത്. തന്നെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടും പോകണ്ട എന്ന തീരുമാനത്തിലാണ് സുധാകരൻ എത്തിയത്. അവിടെ നടക്കുന്നത് വെറും പുകമറയാണെന്നും മത്സരിക്കാൻ അനുമതി കിട്ടില്ല എന്നും സുധാകരനെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് തന്റെ തട്ടകമായ കണ്ണൂരിൽ ഇത്തവണ താൻ തന്നെ അംഗത്തിനിറങ്ങുമെന്ന വാശിയിൽ സുധാകരൻ ഉറച്ചു നിൽക്കുന്നത്. സുധാകരനെ വെട്ടാൻ നോക്കുന്നവർക്ക് എറണാകുളത്തെ അണികൾ മറുപടി കൊടുത്തു കഴിഞ്ഞു. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഓഫീസിന് മുന്നിലും പറവൂരിലെ ഇടപ്പള്ളിയിലുമെല്ലാം സുധാകരന് വേണ്ടി പോസ്റ്ററുകൾ നിറഞ്ഞു. സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതെങ്കിലും ഇതിനു പിന്നിൽ സുധാകരന്റെ ഉറച്ച അണികളാണെന്നത് കാര്യം പകൽ പോലെ വ്യക്തം. രാഹുൽ ഗാന്ധി സുധാകരന് നൽകിയ വാക്ക് പാലിക്കണമെന്നാണ് അണികളുടെ മുദ്രാവാക്യം. ഗ്രൂപ്പ് വൈരത്തിനപ്പുറം സുധാകരൻ ഫാക്ടർ ഇത്തവണ കൈവിട്ടാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ കപ്പൽ മുങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കണ്ണൂർ എന്റെ ഹൃദയരക്തമാണ് എന്ന് തുടങ്ങുന്ന സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ തരംഗമാണ് ഉണ്ടാക്കിയത്. അതായത് കഴിഞ്ഞ ദിവസം എത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ്. ബോംബിനും കത്തിക്കും മുന്നിൽ അണികളെ ചിറകിനടിയിൽ സംരക്ഷിച്ച തള്ളക്കോഴിയെ പോലെയാണ് താനെന്നായിരുന്നു സുധാകരൻ സ്വയം വിശേഷിപ്പിച്ചത്. നേതൃത്വത്തിനുള്ള കൃത്യമായ താക്കീത് കൂടിയാണ് എന്നാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. തന്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ നിന്നും തന്നെ മാറ്റാൻ ആര് വന്നാലും അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലൂടെയാണ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്നത്. ഇനി പന്ത് രാഹുൽ ഗാന്ധിയുടെയും കെ.സി. വേണുഗോപാലിന്റെയും കോർട്ടിലാണ്. സുധാകരനെ പിണക്കി കണ്ണൂർ പിടിക്കാമെന്ന് കരുതിയാൽ അത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അബദ്ധമാകും. ഇക്കാര്യമാണ് സുധാകരൻ അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നത്. കണ്ണൂരിലെ ഈ കനൽ കെട്ടടങ്ങണമെങ്കിൽ സുധാകരൻ തന്നെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മുഖത്തടിച്ച മറുപടിയുമായി കെ സുധാകരൻ രംഗത്തെത്തിയതോടെ കോൺഗ്രസിലെ പോര് അങ്ങ് തെരുവിലേക്ക് മാറ്റി. സുധാകരനെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല എന്നായിരുന്നു എന്റെ സീറ്റിന്റെ കാര്യത്തിൽ ഹാപ്പി ആയിട്ടുണ്ടെന്നും തട്ടിവിട്ട സതീശന്റെ വാദങ്ങളെ സുധാകരൻ പച്ചയ്ക്കങ്ങ് പൊളിച്ചടുക്കി. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്ന വൈകാരിക കുറിപ്പ് തന്റേത് തന്നെയാണെന്നും സതീശൻ വിളിച്ചിട്ട് പോലുമില്ല എന്നും സുധാകരൻ തുറന്നടിച്ചു. സതീശൻ അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടിരിക്കുകയാണ്. എന്തായാലും സുധാകരനുമായി സംസാരിച്ചു എന്നും അദ്ദേഹത്തിന് പരാതിയില്ല എന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ തട്ടിവിട്ട സതീശന്റെ കള്ളമാണ് പകൽ പോലെ വെളിച്ചത്തായത്. മത്സരിക്കാൻ അർഹതയുള്ളവർക്ക് അവസരം നൽകണം, സഹപ്രവർത്തകർ ആവശ്യപ്പെട്ടാൽ താൻ മത്സര രംഗത്തുണ്ടാകും എന്ന് സുധാകരൻ ഘടിപ്പിച്ചു പറഞ്ഞതോടെ സതീശനും കൂട്ടരും കെട്ടിയുയർത്താൻ നോക്കിയ അനുനയ നാടകം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത്. ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് തനിക്ക് അറിവില്ല എന്ന് പരിഹസിച്ചവർക്ക് തന്റെ നിലപാടുകൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വ്യക്തമാക്കി സുധാകരൻ മറുപടി നൽകി. യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വ്യക്തമായി സുധാകരൻ കണ്ണൂരിലെ വീട്ടിൽ തമ്പടിച്ച് ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. പൊതുപരിപാടികൾ ബഹിഷ്കരിച്ചും നേതാക്കളെ കാണാൻ വിസമ്മതിച്ചും അദ്ദേഹം സമ്മർദ്ദ തന്ത്രം തുടരുകയാണ്.